കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മറൈൻ സ്പിരിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളായിരുന്നു ചിന്തിച്ചത്. സ്പിരിച്വൽ ഹസ്ബൻഡ്, സ്പിരിച്വൽ വൈഫ്, അതിൻ്റെ ഡെലിവറൻസിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ വേറൊരു സബ്ജക്റ്റിലേക്കാണ് കയറുന്നത്, ഡീലിംഗ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഡിലേ. നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാവുന്നൊരു കാര്യമാണ്, പല കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ താമസിച്ച് വരുന്നതായിട്ട് കാണും. ഒരുപാട് ഡിലേ ഉണ്ടാകുന്നു, പല കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. നമുക്ക് ഒരു കാര്യം എപ്പോഴും ചിന്തിക്കേണ്ടത്, ദർ ഇസ് എ സ്പിരിറ്റ് ബിഹൈൻഡ് എവറിത്തിങ്. എല്ലാറ്റിൻ്റെയും പിന്നിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. ഇത് ചിലരോട് പറഞ്ഞാൽ ചിലരത് വിശ്വസിക്കത്തില്ല. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വർഗീയ നിലത്തിൽ, എന്ന് വെച്ചാൽ സ്പിരിച്വൽ നിലയിൽ അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഈ വേൾഡ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പേടി, സ്പിരിറ്റ് ഓഫ് ഫിയർ എന്ന് പറഞ്ഞാലും അതും ഒരു സ്പിരിറ്റാണ്. നമ്മൾ ഇങ്ങനെയുള്ള സ്പിരിറ്റിനെയൊക്കെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളത് റിയലൈസ് ചെയ്യുകയാണെങ്കിൽ, ഒരു നോളജ് തന്നെ വലിയ കാര്യമാണ്. റിയലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ ഡെലിവറൻസ് എടുക്കാൻ പറ്റും. ഈ ഡിലേയുടെ ഒരു സ്പിരിറ്റ് ഈ ദിവസങ്ങളിലുണ്ട്. ഈ അറിയാൻ വയ്യാത്തൊരു എനിമിയെ നമുക്ക് കോൺകർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ, ഡിലേ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മുടെ ലൈഫിനെ തന്നെ പലപ്പോഴും നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വരാൻ പറ്റാതെ ഡിലേ ആക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും ദീർഘിച്ചു പോകുന്നതായിട്ട് കാണാം. നമ്മളെക്കുറിച്ച് തന്നെ ദൈവം ഒരു പ്രൊഫസി പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ചില ആളുകൾക്കൊക്കെ അതിനൊരു കഴിവുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ പ്രൊഫറ്റിക്കായിട്ട് പറയാനായിട്ട്. അതിന് ദൈവം പലപ്പോഴും വിഷൻസ് തരും, ഡ്രീംസ് തരും. എന്നാൽ ഈ ഡ്രീംസും വിഷനും ഒന്നും നമുക്ക് വേണ്ട രീതിയിൽ മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഡിലേ വരികയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഡിലേ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഡിലേ ഈസ് നോട്ട് ഡിനൈൽ, അല്ലേ? അത് എന്നേക്കുമായിട്ട് അത് ഡിനേ ചെയ്തിരിക്കുന്നതല്ല. അത് കേൾക്കാൻ എളുപ്പമാണ്, ബട്ട് എന്നാൽ സത്യം അതല്ല. ഡിനൈലിനകത്ത് ഇത്തിരി റീസൺസ് ഉണ്ട്. നമ്മുടെ ഡിലേക്കകത്ത് ഒരുപാട് റീസൺസ് ഉണ്ട്. എന്നാൽ ഡിലേ പ്രോപ്പറായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ബിക്കം എ ഡിനൈൽ. വെൻ ഡിലേ ഈസ് നോട്ട് അഡ്രസ്ഡ് ഇറ്റ് ബിക്കം എ ഡിനൈൽ. 5 വർഷം കൊണ്ട് ബിൽഡ് ചെയ്യേണ്ടത് 15 വർഷമായി തീരുക. ഈ 10 വർഷം അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. 10 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ 15 സ്റ്റെപ്പ് പുറകോട്ടടിക്കുകയാണ്. ഇങ്ങനെയുള്ള ജീവിതത്തിലെ പല കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ നമുക്ക് ഒഴിവാവേണ്ട ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പ്രൊഫസി പറയാനായിട്ട് നമുക്ക് കഴിയണം. അത് വലിയൊരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ നമ്മൾ പ്രൊഫറ്റിക്കായിട്ട് പറയണം. അതിന് ദൈവത്തിൻ്റെ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ സ്പിരിച്വൽ റലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാലേ നമുക്ക് ദൈവം നമ്മളെക്കുറിച്ചുള്ള പ്രൊഫസി നമുക്ക് കാണിച്ചു തരും. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുക. എന്ന് വെച്ചാൽ മേരിയെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ പറഞ്ഞാൽ ഹൈലി ഫേവേർഡ് ആയിരുന്നു. ഏഞ്ചൽ ഓഫ് ലോർഡ് ടോൾഡ് ടു മേരി, ദൗ ആർട്ട് ഹൈലി ഫേവേർഡ്. കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് ചെയ്തിട്ടാണ്, മേരിയെ അഡ്രസ്സ് ചെയ്തിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ജോസഫ് വാണ്ട് ടു ഡൈവേഴ്സ്. എന്നാൽ ജോസഫിനെ ഡൈവേഴ്സ് ചെയ്യാനായിട്ട് അനുവദിച്ചില്ല. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു, ജോസഫിന് കൺഫർമേഷൻ കൊടുക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രൊഫസികൾ ആ സമയത്ത് തന്നെ വർക്ക് ചെയ്തു, ആ ടൈമിൽ വർക്ക് ചെയ്തതായിട്ട് കാണുന്നു. അതുകൊണ്ട് എന്താണ്, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ആ സമയത്ത് വന്നു എന്നേ കാണുന്നു. ഡിലേ വരുന്നുണ്ട്, ചില കാര്യങ്ങളിൽ ഡിലേ വരുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം ഡിലേ വരുന്നുണ്ട്. ചില കാര്യങ്ങളിൽ ഡിലേ വരും, നമുക്ക് ആവശ്യമാണ് ആ ഡിലേ. എന്നാൽ എപ്പോഴും എന്നേക്കുമായിട്ട് അത് ഡിലേ ആകുന്നത് അത് ദൈവത്തിൻ്റെ പർപ്പസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡെവിൾ ഈസ് എ ലയർ. സോ യു വിൽ വെയിറ്റ് ഫോർ എവർ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. നമ്മളെ മരണത്തിന് ശേഷം അത് ഹാപ്പൻ ചെയ്താൽ എന്താണ് കാര്യം? ഇൻസ്റ്റഡ് നമ്മൾ ദ സ്പിരിറ്റ് ഓഫ് ഡിലേക്ക് എഗൻസ്റ്റായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ആ പ്രൊഫസി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്യാം. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. ദൈവം പല പ്രോമിസുകളും അബ്രഹാമിന് കൊടുക്കുകയാണ്.
അബ്രഹാം അതിന് ദൈവത്തോട് ഒത്തിരി കാര്യങ്ങളൊക്കെ കൺസേൺ ഒക്കെ പറയുന്നുണ്ട്. ഞാൻ മക്കളില്ലാതെ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള കൺസേൺ പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അബ്രഹാമിൻ്റെ ഫ്യൂച്ചർ, അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് അബ്രഹാമിനോട് ദൈവം സംസാരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15:13 വരുമ്പോഴേ ദൈവം പറഞ്ഞവനോട് എല്ലാം കഴിഞ്ഞിട്ട് അവന് കുഞ്ഞുങ്ങളെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് 13 വരുമ്പോഴത്തേക്ക് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. ഒരു പ്രൊഫസിയാണ്. എന്ന് പറഞ്ഞാൽ 400 വർഷം ഇസ്രായേൽ അടിമത്തത്തിലായിരിക്കും. നിന്റെ ഡിസെൻഡൻറ്റ് എത്ര വർഷം? 400 വർഷം. അവരൊരു ജാതിയെ, വേറൊരു ജാതിയെ അവരുടെ ദേശത്തിന് അവർ സേവിക്കും, അതിനടിമയായിരിക്കും. പുറപ്പാട് പുസ്തകം 12:40 ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരമായി. നേരത്തെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു എന്തുവായിരുന്നു? 400 വർഷം. ഇവിടെ കഴിച്ചത് എത്രയാണ്? 430 വർഷം. എന്ന് പറഞ്ഞാൽ 30 വർഷം എക്സ്ട്രാ ആയിട്ട് അവരെ കഴിഞ്ഞു അല്ലേ? ഈ 30 വർഷം എന്ന് പറഞ്ഞാൽ 30 ദിവസം പോലെയല്ല. ഒരു കുട്ടി പ്രായമാകുന്ന 30 വയസ്സിലാണ്, ഒരു ചെറിയ വർഷമല്ല. ഞാനിത് പറയാനുള്ള കാര്യം, ഈ 30 വർഷം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഈസി തിങ്സ്. ഇറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് ഡിലേ. അതിന് റീസൺസ് പലതും ഉണ്ട്. ബട്ട് 30 years ഈ സ്റ്റോളൻ ഔട്ട് ഫ്രം ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ നിന്ന് 30 വർഷം മോഷ്ടിച്ചുകൊണ്ട് പോയി. അതൊരു എക്സാമ്പിളാണ്. അതവരുടെ നടത്തിപ്പ് കൊണ്ടും കയ്യിലിരിപ്പ് കൊണ്ടും ആണെന്ന് നമുക്കറിയാം ആ എക്സ്റ്റെൻഡ് ചെയ്ത് പോയത്. എന്നാൽ ദൈവം 400 വർഷമെന്ന് അബ്രഹാമിനോട് പറഞ്ഞത് പ്രായോഗികത്തിൽ വന്നപ്പോൾ 430 വർഷമായി. ഇനി വേറൊരു എക്സാമ്പിൾ, മോശയെക്കുറിച്ച് നമുക്കറിയാം. മോശ മിസ്രൈമിലെ രാജാവിൻ്റെ മകനായിട്ട് ജീവിച്ചു. എന്നാൽ അവനൊരു ഈജിപ്ഷ്യനെ കൊന്നു. അവിടെ അവൻ്റെ കള്ളത്തരമൊക്കെ പുറത്തായി എന്ന് മനസ്സിലായി. അവിടെ നിന്ന് അവൻ ഓടി. മോശ ഓടി ജത്രോടൊരിക്കെ വന്നായിട്ട് കാണും. അവിടെ 40 വർഷം. ഇവിടെ 80 വർഷം കഴിഞ്ഞപ്പോഴാണ് ദൈവം അവനെ വിളിക്കുന്നത്. ഇത്രയും വർഷം അവന്, 80 വർഷം അവന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് അവൻ പ്രവേശിക്കാനായിട്ട്. ഇതുപോലെ തന്നെ പലരുടെയും ജീവിതത്തിലെ ഇന്ന് ഈ അവരുടെ ടൈമിൽ ആകാൻ, ടൈമിനെ കുറിച്ചുള്ള, ഡിവൈൻ ടൈമിനെ കുറിച്ചുള്ള ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. അത് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. എന്നാൽ അവരുടെ ടൈമിലാകാനായിട്ട് സംബഡി ഷുഡ് ബി ദെയർ. ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഉണ്ടായാൽ ചിലപ്പോൾ അവരുടെ ടൈമിലേക്ക് അവർ പ്രവേശിക്കും. യേശുക്രിസ്തു വന്ന സമയത്ത് അവനെ അക്സെപ്റ്റ് ചെയ്തില്ല. അവർ ജെറുസലേമിൽ കിടന്ന് നിലവിളിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവൻ്റെ ഹീലിങ്, അവൻ്റെ മിറക്കിൾസ് എല്ലാം ഡിലേഡായി. ഇൻസൈഡ് തിങ്സിൽ ഡിലേ വരുമ്പോൾ ഔട്ട്സൈഡിലും ഡിലേ വരുന്നു എന്ന് കാണുന്നു. ഡിലേ ഡസ് നോട്ട് റെസ്പെക്റ്റ് അനോയിൻറ്റിങ്. നമ്മുടെ അഭിഷേകത്തെ ഒന്നും ഡിലേ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. ദൈവം അബ്രഹാമിനൊരു പ്രോമിസ്, ഒരു പ്രോഫസി കൊടുക്കുകയാണ്. എന്താണ്? നിനക്കൊരു കുഞ്ഞുണ്ടാവും. എന്നാൽ 25 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ പ്രോഫസി കിട്ടിയിട്ട് 25 വർഷം വെയിറ്റ് ചെയ്തിട്ടാണ്
ഒരു ഐസക്കിനെ കിട്ടുന്നത്. അതുപോലെ തന്നെ യാക്കോബിനും റേച്ചലിനും 16 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവർക്കൊരു കുഞ്ഞിനെ കിട്ടാനായിട്ട്. ഇതെല്ലാം വെയിറ്റിംഗ് ആയിരുന്നു. ഇത് ദൈവഹിതത്തിൻ്റെ പർപ്പസ് ആയിരുന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇനി നമുക്ക് ചിന്തിക്കാം അങ്ങോട്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഇനിയും ഏലിജയുടെ കാര്യത്തിൽ നമുക്കൊന്ന് എടുക്കാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വാക്യങ്ങളിൽ ദൈവം ഏലിയാവിനോട് സംസാരിക്കുന്നതാണ്. ഏലിയാവ് ഓടി ഹോരേബിൻ്റെ പർവ്വതത്തിൽ ചെന്നപ്പം ദൈവമായിട്ട് സംസാരിച്ചവൻ ദൈവം ചില കാര്യങ്ങൾ അവനോട് പറയുന്നതാണ്. നീ പുറപ്പെട്ട് ദമ്മശേക്കിൻ്റെ മരുഭൂമിയായി മടങ്ങിപ്പോവുക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മൊഹാലയിൽ നിന്നുള്ള സാഫത്തിൻ്റെ മകനായ ഏലിശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. ഹസായേലിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നതിന് യേഹൂ കൊല്ലും, യേഹൂവിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നതിന് ഏലിശ കൊല്ലും. ഇതൊക്കെ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്താണ്. ഹസായേലിനെ അനോയിൻറ്റ് ചെയ്യണം, ജേഹുവിനെ ഇസ്രായേലിൻ്റെ കിങ്ങായിട്ട് അനോയിൻറ്റ് ചെയ്യണം, ഏലിശയെ അനോയിൻറ്റ് ചെയ്യണം. എന്നാൽ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാം, ഹസായേലിനെയും ഏലിശയെ അനോയിൻറ്റ് ചെയ്തു, ജേഹുവിനെ ചെയ്തില്ല. ഹി ഫോർഗോട്ട് ജേഹു, ജേഹുവിനെ കുറിച്ച് മറന്നുപോയി. എന്തുകൊണ്ടാണ് ജേഹുവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ മറന്നുപോയത്? ദൈവം ക്ലിയറായിട്ട് ഏലിയാവിനോട് പറഞ്ഞു, എന്നാൽ നടന്നില്ല. ഡിലേ ക്യാൻ ടേക്ക് പ്ലേസ്. ഏലിയാവ് അങ്ങ് മറന്നുപോയത്. അതിനെക്കുറിച്ച് എന്താ ചിന്തിക്കാൻ? 2 വർഷം, 5 വർഷം, 7 വർഷം ഒന്നും നടന്നില്ല. ഏലിയാവ് മറന്നുപോയി. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ജേഹുവിനെ അഭിഷേകം ചെയ്യേണ്ടതല്ലേ? ചെയ്തില്ല. ജേഹുവിന് അഭിഷേകം വരേണ്ടതല്ലേ? അത് വന്നില്ല. അവനെ അഭിഷേകം ചെയ്യേണ്ടയാൾ സ്വർഗത്തിലേക്ക് പോയി. എന്നാൽ 14 വർഷം കഴിഞ്ഞപ്പോഴേ ഏലിശ 14 വർഷത്തിന് ശേഷം യഹൂദനുള്ള പ്രൊഫസി ഓർത്തു. ഏലിശയെ നേരത്തെ അഭിഷേകം ചെയ്തതാണ്. 2 രാജാക്കന്മാർ 9:2 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലെ ഈ ജേഹുവിനെ കുറിച്ച് നമുക്ക് കാണാം. ഈ ഏലിജായെ തന്നെ അഭിഷേകം ചെയ്തപ്പം ജേഹുവിനെയും അഭിഷേകം ചെയ്യേണ്ടതാണ്. എന്നാൽ സ്പിരിറ്റ് ഓഫ് ഗോഡ് റിമൈൻഡഡ് ഗോ ആൻഡ് അനോയിൻറ്റ് ജേഹു. ദൈവത്തിൻ്റെ ആത്മാവ് ആ സമയത്താണ് ഏലിജയോട് പറഞ്ഞ് നീ പോയി ജേഹുവിനെ അഭിഷേകം ചെയ്യണം. ഇന്ന് അനേകം ആളുകൾ ഇതേപോലെ തന്നെ അവരുടെ റലത്തിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ഡെസ്റ്റിനി വെളിപ്പെട്ടിട്ടില്ല. ഒരു രാജാവാവേണ്ട ഒരു സോൾജിയറായി അവരുടെ ഡെസ്റ്റിനി റീഡയറക്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ എ ട്രാൻസിഷൻ ബിറ്റ്വീൻ എ ക്രിയേഷൻ ആൻഡ് ഫോർമേഷൻ. ആകേണ്ട ദൈവസന്നിധിയിൽ അവനെ അഭിഷേകം ചെയ്തതാണ്. സ്പിരിച്വൽ റലത്തിൽ അവനെ അഭിഷേകം ചെയ്തതാണ് പറഞ്ഞപ്പോഴേ. എന്നാൽ പ്രായോഗിക തലത്തിൽ അഭിഷേകമായില്ല. ക്രിയേഷൻ എന്ന് പറയുന്ന ക്രിയേഷൻ ഈസ് മേക്കിംഗ് സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടാക്കുന്നതാണ് ക്രിയേഷൻ. ട്രാൻസിഷൻ മീൻസ് ചേഞ്ച് ഓർ ഷിഫ്റ്റ്, മീൻസ് മേക്കിംഗ് സംതിങ് ഔട്ട് ഓഫ് ക്രിയേറ്റഡ് തിങ്സ്. ക്രിയേറ്റഡ് തിങ്സിൽ നിന്നുണ്ടാക്കുന്നതാണ് ട്രാൻസിഷൻ. മറ്റേ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഉണ്ടാക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1 മെൻ ക്രിയേറ്റഡ് അല്ലേ, ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടാക്കി. അതായത് ജനസിസ് 2:7 വരുമ്പോൾ മെൻ ഫോംഡ് ഔട്ട് ഓഫ് ഡസ്റ്റ്, പൊടിയിൽ നിന്നുണ്ടാക്കിയായിട്ട് കാണും. ജനസിസ് 1 എ ക്രിയേറ്റഡ് മാൻ ആൻഡ് ഗോഡ് ഗിവൺ ഡൊമിനിയൻ, അവന് അധികാരം കൊടുത്തു. ആഡം ഈസ് ആഡം, ഹി ഓപ്പറേറ്റ് ഇൻ ജനസിസ് 1. ജനസിസ് 1 ആഡമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ആഡത്തിന് അധികാരമുള്ളത്. ദാവീദിൻ്റെ ജീവിതത്തിൽ ഇതുപോലെയായിരുന്നു. ദാവീദ് വാസ് ക്രിയേറ്റഡ് ആസ് എ കിങ്. ദൈവം ദാവീദിനെ ഒരു രാജാവായിട്ടാണ് നോക്കിയത്. എന്നാൽ ദാവീദ് അവൻ്റെ ഫോർമേഷനിൽ ഒരു ഷെപ്പേർഡ് ബോയ് ആയിരുന്നു.
അവൻ്റെ ഡെസ്റ്റിനിയിൽ അവൻ കിങ് ആയിരുന്നു. സോ ഹിസ് ഫോർമേഷൻ സേസ് ഹി ഈസ് എ ഷെപ്പേർഡ് ബോയ്. ഇറ്റ് ഈസ് സാമുവേൽ ഹു അനോയിൻറ്റഡ് ഡേവിഡ് ആസ് കിങ്. ശമൂവേൽ വന്നിട്ടാണ് ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്. ദാവീദ് തൻ്റെ ക്രിയേഷനിൽ ഒരു രാജാവ് തന്നെയായിരുന്നു. നേരത്തെ ഞാനിത് പറഞ്ഞിരിക്കുന്നതായിരുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെയും എന്നെയും തിരഞ്ഞെടുത്തു. ഇൻ ഫോർമേഷൻ യു ആർ ഡിഫറെൻറ്റ്. ഡാനിയലിൻ്റെ ജീവിതത്തിൽ ഡാനിയലിൻ്റെ പ്രാർത്ഥന ദൈവം ആദ്യത്തെ ദിവസം തന്നെ കേട്ടു. എന്നാൽ ദാനിയലിന് ഉത്തരം കിട്ടുന്ന 21 ദിവസം കഴിഞ്ഞിട്ടാണ്. ബിക്കോസ് ഓഫ് ദ പ്രിൻസ് ഓഫ് പേർഷ്യ, പേർഷ്യയുടെ രാജാവ് കൊണ്ടാണ്. അതൊരു ആൻസർ വാസ് ദെയർ ബിഫോർ 21 days. 21 ദിവസത്തിന് മുമ്പേ ആൻസർ ഉണ്ട്. എന്നാൽ ഒരു ഡിലേ ഉണ്ടായി, ഡിലേയുടെ ഒരു സ്പിരിറ്റ് ഉണ്ടായി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഡിലേ ഈസ് ഡേഞ്ചറസ്. ഡിലേ ഈസ് ഡേഞ്ചറസ് എന്ന് നമ്മൾ ഓർക്കുക. ഈ ദാവീദ് പ്രാർത്ഥിക്കുന്നില്ല, ഹൗ ലോങ് മൈ സഫറിങ് കണ്ടിന്യൂസ്. കർത്താവെ, എത്ര നാൾ ഞാനിങ്ങനെ കഷ്ടപ്പെടുമെന്ന് ദാവീദ് ചോദിക്കുന്നില്ലേ? സാധാരണ ഒരു മനുഷ്യജീവിതത്തിൽ 0 തൊട്ട് എന്ന് വെച്ചാൽ ജനിച്ചു കഴിഞ്ഞ് 30 വർഷം വരെയാണ് ഒരു പ്രിപ്പറേഷൻ ടൈം, അല്ലെ? 30 വയസ്സ്. 30 തൊട്ട് 60 വയസ്സ് വരെ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ടൈമാണ്. അവൻ്റെ ജീവിതത്തിൽ 30, സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ 30 തൊട്ട് 60 വയസ്സ് വരെ അവനെ പർപ്പസിൽ അവനെ ബിൽഡ് ചെയ്യേണ്ട ഒരു സമയമാണ്. 60 തൊട്ട് 90 വയസ്സ് വരെ അവൻ്റെ ഒരു റെസ്റ്റിംഗ് ടൈമാണ്. 90 തൊട്ട് 120 വർഷം വരെ ഒരു ഡിപ്പാർട്ടിംഗ് ടൈമാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ 30 വയസ്സിന് മേളിൽ വീണ്ടും ഡിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് ഡിലേ. നമുക്കറിയാം, യേശുവിൻ്റെ മിനിസ്ട്രി 30ാമത്തെ വയസ്സിലായിരുന്നു. ദാവീദ് രാജാവായിട്ട് അഭിഷേകം ചെയ്ത 30ാമത്തെ വയസ്സിലാണ്. അഭിഷേകമല്ല, റൂൾ ചെയ്യാൻ തുടങ്ങിയത് 30ാമത്തെ വയസ്സിലായിരുന്നു. ടിൽ ദാറ്റ് ഈവൻ ദോ ഹി വാസ് അനോയിൻറ്റഡ്, അതിന് മുമ്പ് അനോയിൻറ്റ് ചെയ്യുന്നതിലും ദൈവം അവനെ പ്രിപ്പയർ ചെയ്യായിരുന്നു. മോശയുടെ ഡിലേഡായി. അത് നമുക്കറിയാം, മോശയുടെ ജീവിതത്തിൽ ഡിലേ വന്ന കാര്യം നേരത്തെ പറഞ്ഞാണ്. അന്നേരം നമ്മളെ ദൈവം അനോയിൻറ്റ് ചെയ്ത് നമുക്ക് വേണ്ടതായിട്ടുള്ള ഗിഫ്റ്റുകളെ തന്ന് ഈ ലോകത്തിലാക്കിയിരിക്കുമ്പോഴേ ഒരുപാട് സാധ്യതകളുണ്ട് നമ്മുടെ പർപ്പസിൽ എത്താതിരിക്കാൻ. ദ സ്പിരിറ്റ് ഓഫ് ഡിലേ ക്യാൻ മേക്ക് എസ് ബാക്ക്വേർഡ്നെസ്. ക്ലയൻസ് ആർ നോട്ട് കമ്മിങ്, ബിസിനസ് ഇല്ല, എവറിത്തിങ് ഡള്ളാണ്, നേരത്തെയുള്ള കോൺട്രാക്റ്റ് എല്ലാം ക്യാൻസലായി, അതിപ്പം നടക്കുന്നില്ല, ഒരുപാട് പ്രവർത്തിച്ചിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടും പ്രൊമോഷനൊന്നും കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലുള്ള അനേകരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത്, ഇഫ് യു ആർ നോട്ട് പ്രേയിങ് യു വിൽ ബി പ്രേ ടു ഡെവിൾ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾ പിശാചിൻ്റെ ഇരകളായിത്തീരും. സോ മേക്ക് എ പ്രേയർ പ്ലാൻ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. സോ പവർ ടു കാസ്റ്റ് ഔട്ട് അൺക്ലീൻ സ്പിരിറ്റ്. എല്ലാ അൺക്ലീൻ സ്പിരിറ്റിനെയും കാസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് നിങ്ങളൊരു ഒരു പ്ലാൻ ഇടുക. പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ്. മത്തായി 17 പറയുന്ന പോലെ ദിസ് ടൈപ്പ് ഓഫ് ഈ ഡിലേയുടെ സ്പിരിറ്റിനെ നമ്മളൊന്ന് ഫൈറ്റ് ചെയ്ത് പുറത്ത് കൊണ്ടുവരണം. അത് നമുക്ക് ആവശ്യമാണ്. ഞാൻ ഡിലേയുടെ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. ബൈബിളിൽ അനേകം ആളുകളുടെ ഡിലേയുടെ കാര്യം പറഞ്ഞു. ഈവൻ അബ്രഹാമിൻ്റെ ഡിലേയുടെ കാര്യം പറഞ്ഞു, മോശയുടെ ഡിലേയുടെ, ഇസ്രായേൽ മക്കളുടെ ഡിലേയുടെ കാര്യം പറഞ്ഞു, ദാവീദിൻ്റെ ജീവിതത്തിലെ ഡിലേയുടെ കാര്യം പറഞ്ഞു. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ക്രോഡീകരിച്ചിട്ട് വാട്ട് ആർ ദ റീസൺസ് ഫോർ ഡിലേ, വൈ ഇറ്റ് ഈസ് ഡിലേയിങ്, ഹൗ ടു ഓവർകം ദിസ് ഡിലേ എന്നുള്ളത് അടുത്ത 2 എപ്പിസോഡുകളിൽ നമുക്ക് പറയാം. ഞാനൊരു ഇൻട്രഡക്ഷൻ ടു ഡിലേയാണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടു എന്ന് വിചാരിക്കുന്നു. ചില സമയങ്ങളിൽ ദൈവം പർപ്പസ്ഫുള്ളായിട്ട് നമ്മളെ ഡിലേ ആക്കുന്നുണ്ട്. എന്നാൽ ആ ഡിലേയിൽ നമുക്ക് മനസ്സമാധാനവും സന്തോഷമൊക്കെ തരും. ഇനി നമ്മൾ തുടർമാനമായിട്ട് ഇത് കേൾക്കുക. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ഈ ഡിലേയുടെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ പോകണം. അനേകം ആളുകളുടെ ജീവിതത്തിൽ ഇന്ന് ഡിലേയിലിരിക്കുകയാണ്. ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ സാധ്യമാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ അടുത്ത 2 എപ്പിസോഡുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഡിലേ മുഴുവനായിട്ട് ബ്രേക്ക് ചെയ്യുവാൻ ദൈവം കൃപ തരട്ടെ, സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഡിലേയുടെ ആത്മാവിനെ നീ മാറ്റിക്കളയണം കർത്താവെ. പഴയ നിയമത്തിലൊക്കെ ഞങ്ങൾ കണ്ടു ഒരുപാട് ഡിലേ വന്ന കാര്യങ്ങൾ. പുതിയ നിയമത്തിലും ഉണ്ടല്ലോ കർത്താവെ ഡിലേ വന്ന ഞങ്ങളുടെ കർത്താവെ ഡെസ്റ്റിനി കർത്താവെ വെളിപ്പെടുമ്പോഴേ അതിനെതിരായിട്ട് പിശാച് കൊണ്ടുവന്ന് പല പദ്ധതികൾ കൊണ്ടുവന്ന് ഞങ്ങളെ കർത്താവെ ആ പർപ്പസിലെത്തിക്കാതെ ഞങ്ങളെ ഡിലേ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കാണുന്നു. യേശുവിൻ്റെ നാമത്തിലെ ഈ ഡിലേയുടെ ആത്മാവിനെല്ലാം ഞങ്ങളെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ ഡെസ്റ്റിനി വെളിപ്പായി തരത്താനായിട്ട് ഞങ്ങൾ ആ സ്പിരിച്വൽ റിലത്തിലേക്ക് കയറി ഞങ്ങളുടെ ജീവിതങ്ങളെക്കുറിച്ച് പ്രൊഫസ് ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അതാണ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എല്ലാ സ്പിരിറ്റ് ഓഫ് ഡിലേ മാറുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങൾ ശക്തീകരിപ്പാൻ, ബലപ്പെടുവാൻ കർത്താവെ ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഡിലേയുടെ ആത്മാവിലിരിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിപ്പാനായിട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് പ്രൊഫസ് ചെയ്യുവാനായിട്ടുള്ള ശക്തിയും കൃപകളും കൊടുക്കണം. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന 2 എപ്പിസോഡ് കാണും. ഇത് സ്പിരിറ്റ് ഓഫ് ഡിലേ, അതിനെ എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ള കാര്യം ഇത് നമ്മൾ കാണാം. നമ്മളെ അറിയാം, നമ്മുടെ കല്യാണത്തിലെ ഡിലേ, ജോലിക്ക് ഡിലേ, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കുന്നില്ല, വീട് വെക്കുന്നതിലെ ഡിലേ, ഇങ്ങനെ ഒരുപാട് ഡിലേസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് അഡ്രസ്സ് ചെയ്യാം. ദൈവം നമ്മളെ സഹായിക്കണം. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.